പക്ഷേ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പുതിയ ഉത്തരവാദിത്വം. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? പാർട്ടി ഓരോ ചുമതലകളിങ്ങനെ പാർട്ടി എന്ന രീതിയിൽ ആദ്യഘട്ടം മുതൽ ഏൽപ്പിച്ച് വന്ന് അത് പ്രവർത്തിച്ച് വരികയാണ്. അതിനിടയിലാണിപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവണമെന്നുള്ള പാർട്ടി തീരുമാനം വന്നിട്ടുള്ളത്. ആ തീരുമാനം പരമാവധി എല്ലാവരെയും ചേർത്ത് നിർത്തി മുമ്പോട്ടേക്ക് പോകാൻ ആവശ്യമായ സംഘടനാപരമായ നിലപാട് സ്വീകരിക്കും എന്ന് മാത്രമേ അറിയാൻ. അതൊക്കെ പിന്നീട് ആലോചിച്ചിരിക്കുന്നു. ഈ മന്ത്രിസഭാ പുനഃസംഘടനയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടുത്തൊരു കാര്യം. അത് അന്നത്തേക്കുണ്ടാവും. ഇത് മന്ത്രിസഭാ പുനഃസംഘടന ഇപ്പൊ അങ്ങ് മാറുന്നു, സജി ചെറിയ മാറി ഒഴിവുണ്ട്, അതിലേക്കൊക്കെ പുനഃസംഘടന വേണ്ടി വരില്ലേ? അതൊക്കെ പാർട്ടി പിന്നീട് തീരുമാനിക്കുകയുള്ളൂ. ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഈ സഭ നടക്കുന്നുണ്ടാണോ അതൊക്കെ പിന്നീട് തീരുമാനിച്ച് അറിയിക്കും. ഇനി എന്നാ സെക്രട്ടേറിയറ്റ് ചേരുന്നത്? ഇനി സെക്രട്ടേറിയറ്റ് അടുത്ത എല്ലാ അല്ല പിന്നെ പക്ഷേ ഈ സംസ്ഥാന ഈ നിയമസഭ നടക്കുന്നതുകൊണ്ടാണോ ഇപ്പൊ നമ്മളിപ്പോ പുനഃസംഘടന തീരുമാനം കുറച്ച് വൈകിക്കുന്നത്? അതല്ല, ഇന്നിപ്പോ അത് സംബന്ധിച്ച് ആലോചിച്ചിട്ടില്ല. ഇനിയിപ്പോ അടുത്ത യോഗങ്ങളിലൊക്കെ അല്ലേ ആലോചിക്കാൻ പറ്റും. ഇപ്പൊ ഈ മാഷ് കോടിയേരി സഭനെ കണ്ടിട്ട് വരികയാണ്. മാഷിന്റെ മുഖത്ത് ആ ഒരു ഇതിന്റെ മുഖഭാവങ്ങൾ അത്തരം കാര്യങ്ങൾ വികാരം ഉണ്ട് താനും. എങ്ങനെയാണ് ഈ കോടിയേരി നല്ലകാരനായി വരുന്നത്? ഏറ്റവും ഫലപ്രദമായ ചികിത്സ എന്നുള്ളത് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചികിത്സയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടോ? ചെന്നൈക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കോടിയേരിയുടെ പിന്തുണ ഈ പകരക്കാരനായി വരുന്നതിന് എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ തമ്മിൽ ദീർഘകാലത്തെ അടുപ്പം? എത്രയോ കാലത്തെ അടുപ്പമുണ്ട്. വളരെ വർഷക്കാലമായിട്ട് തുടർന്ന് ഒപ്പം പ്രവർത്തിക്കും. സജിത്ത് ചേരുന്നു. സജിത്ത്, എന്താണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്? അദ്ദേഹം പാർട്ടി ഏൽപ്പിച്ച ചുമതല, ആ ചുമതല നിർവഹിക്കാനുള്ള ഗൌരവത്തോടെയുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ആദ്യ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി കാലാകാലങ്ങളിൽ ഓരോ ചുമതല തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നിർവഹിക്കും. കോടിയേരി ബാലകൃഷ്ണനെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങി വരുന്നത്. അല്പം വികാരപരമായി കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്. എന്തായാലും കോടിയേരി ബാലകൃഷ്ണനെ തുടർ ചികിത്സകൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏറ്റവും മികച്ച ചികിത്സ തന്നെ അദ്ദേഹത്തിന് പാർട്ടി നൽകും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള രാജി, ഒപ്പം തന്നെ മറ്റ് പുനഃസംഘടന തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത അദ്ദേഹം വരുത്തിയിട്ടില്ല. എന്തായാലും ഇതിന്റെ തുടർ ആലോചനകൾ പാർട്ടി വേഗത്തിൽ നടത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറം CPM അത്തരം കാര്യങ്ങളിലുള്ള ആലോചനകളും തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഒരു പ്രഖ്യാപനത്തിനുള്ള കാത്തിരിപ്പ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ആ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. ഒരുപക്ഷെ നിയമസഭാ സമ്മേളനം പൂർത്തിയാവുന്നതുവരെ ഈ ഒരു പ്രഖ്യാപനം അവർ പുറത്തു വിട്ടേക്കില്ല, CPM പുറത്തു വിട്ടേക്കില്ല. മന്ത്രിസഭാംഗമായി തന്നെ അദ്ദേഹം സഭാ കാലയളവ് വരെ തുടരാനായിരിക്കും സാധ്യത. അത്തരം ആലോചനകളാണ് നടക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യമുള്ള തീരുമാനം CPM കൈക്കൊണ്ടിരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ CPM സമ്മേളനത്തിൽ വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം ചുമതല സ്ഥാനത്ത് തുടർന്ന കോടിയേരി ബാലകൃഷ്ണൻ അനാരോഗ്യം മൂലം അദ്ദേഹത്തിന് ഒഴിയേണ്ടി വരുന്നു. ഒഴിയേണ്ടി വന്നപ്പോൾ വീണ്ടും കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ ദീർഘകാലം ഒന്നിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വളർന്നു വന്ന എം വി ഗോവിന്ദൻ എന്ന CPMന്റെ ഒരു താത്വിക മുഖം കൂടിയുള്ള ഒരു വ്യക്തിയെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനമാണ്. എന്തായാലും രാവിലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ്, പോൾ ബ്യൂറോ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ്, പിന്നീട് സംസ്ഥാന സമിതി ഈ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് ഔദ്യോഗിക വാർത്താക്കുറിപ്പായി പുറത്തിറങ്ങുകയും ചെയ്തു. ഇനി ഏതു തരത്തിലുള്ള മറ്റു മാറ്റങ്ങളിലേക്ക് CPM കടക്കുന്നു എന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യത്തിനാണ് ഒരു വ്യക്തത വരേണ്ടത്. അത് കൂടി എം വി ഗോവിന്ദന് പകരക്കാരനാര്, ഈ ചുമതല, പ്രധാനപ്പെട്ട ചുമതലകൾ ആർക്ക് കൈമാറുമെന്ന ചോദ്യമാണ്. മറ്റൊന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാനാവുന്നത് CPMനെ സംബന്ധിച്ച് ഈ മന്ത്രിസഭയിൽ ഒരു ഒഴിവും കൂടി അവശേഷിക്കുന്നുണ്ട്. നേരത്തെ ചെങ്ങന്നൂരിൽ നിന്നുള്ള അംഗത്തിന്റെ രാജി, അത് സ്വാഭാവികമായും ഉണ്ടാക്കിയ ആ ഒരു ഒഴിവ് കൂടിയുണ്ട്. ആ ഒഴിവ് ഇപ്പോൾ തന്നെ നികത്തുമോ? അത് നേരത്തെ ആ ഒഴിവ് ഇപ്പോൾ നികത്തുന്നില്ല എന്നൊരു ധാരണ CPMൽ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വന്നിരുന്ന വാർത്തകൾ. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ ഒഴിവ് കൂടി നികത്തുന്ന ഒരു മാറ്റത്തിലേക്ക് CPM വരുമോ തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്തായാലും അക്കാര്യങ്ങൾ കൂടി സജി ചെറിയാന്റെ ആ ഒഴിവ് നികത്താൻ വേണ്ടിയുള്ള ആലോചനകളും CPM നടത്തിയിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ അതിന്റെ വ്യക്തത കൂടി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനം മന്ത്രിസഭയുടെ പുനഃസംഘടനയിൽ
ആരൊക്കെയാണ് പുതിയതായി മന്ത്രിസഭയിൽ ഉൾപ്പെടുക എന്ന പ്രധാനപ്പെട്ട തീരുമാനം, അതിനപ്പുറം മറ്റു വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമോ തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും അല്പം കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അത് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും എം വി ഗോവിന്ദന്റെ പ്രതികരണം നമ്മൾ ലഭ്യമാക്കി കഴിഞ്ഞു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഗൗരവപൂർവ്വം നിർവഹിക്കുമെന്നതാണ് എം വി ഗോവിന്ദന്റെ ആദ്യ പ്രതികരണം. ശരി, തിരിച്ചു വരാം. സൈത്ത്. വി അരുൺ കൂടി ചേരുന്നുണ്ട്.